നമസ്കാരം. സംസ്കൃത സാഹിത്യത്തിലെ അതിപ്രശസ്തങ്ങളായ കൃതികളിലൊന്നാണ് ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം. ശൃംഗാരരസവും ഭക്തിരസവും ചേർന്ന രാധയുടെയും കൃഷ്ണൻ്റെയും ഐഹികവും വൈഷയികവുമായ മധുരഗീതങ്ങളാണ് ഇതിൽ. യുവതീ യുവാക്കളുടെ ലൗകിക പ്രേമം വിശുദ്ധ പ്രേമത്തിൻ്റെ പ്രതിരൂപമാണെന്നും അത് ആത്മീയ പ്രേമത്തിലേക്കുള്ള പാതയാണെന്നുമാണ് വൈഷ്ണവ സിദ്ധാന്തം. മോക്ഷദായകമായ അനുരാഗഭക്തിയാണ് രാസക്രീഡയിൽ വർണ്ണിക്കുന്നത്. രണ്ടു കഥാപാത്രങ്ങളുടെ വാക്യങ്ങളിലൂടെ നാടകീയമായ കഥാവതരണ രീതിയാണ് കവി അവലംബിച്ചിരിക്കുന്നത്. 12 സർഗങ്ങളിലായി 24 അഷ്ടപദി ഗീതങ്ങളും 92 ശ്ലോകങ്ങളുമാണ് ഗീതാഗോവിന്ദത്തിൽ ഉള്ളത്. 24 ഗീതങ്ങളിൽ ആദ്യത്തേതൊഴികെ ബാക്കി എല്ലാ ഗീതങ്ങളിലും 8 ചരണങ്ങൾ വീതമുള്ളതിനാൽ ഈ കാവ്യത്തെ അഷ്ടപദി എന്ന് പൊതുവെ അറിയപ്പെടുന്നു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ ഉദ്യമം. ആദ്യത്തെ അഷ്ടപദി ദശാവതാരത്തെ പ്രതിപാദിക്കുന്നു. ഓരോ അവതാരങ്ങളായി ഞാൻ പാടാം. പാട്ടുമാത്രമല്ല, വരികളുടെ അർത്ഥം കൂടി ശ്രദ്ധിക്കുക. പ്രളയപയൂധി ജലേ ഹരേ മുകുന്ദ, പ്രളയപയൂധി ജലേ ഹരേ മുകുന്ദ, ധൃതവാനസി വേദം ഹരേ കൃഷ്ണ, പ്രളയപയൂധി ജലേ ഹരേ മുകുന്ദ, ധൃതവാനസി വേദം ഹരേ കൃഷ്ണ, വിഹിതവഹിത്രചരിത്രമഖേദം, വിഹിതവഹിത്രചരിത്രമഖേദം, കേശവാധൃത മീനശരീര, ജയ ജഗദീശ ഹരേ ഗോപാലകൃഷ്ണ, ജയ ജഗദീശ ഹരേ. വിഷ്ണു ഭഗവാന്റെ 10 അവതാരങ്ങളിൽ ആദ്യത്തേതായ മത്സ്യാവതാരം. അല്ലയോ മത്സ്യാവതാരമൂർത്തേ, അങ്ങ് പ്രളയസമുദ്രത്തിൽ വെച്ച് സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റുന്ന സൽക്കർമ്മങ്ങൾ വിവരിച്ച വേദത്തെ, അത് അപഹരിച്ച് സമുദ്രത്തിൽ ഒളിപ്പിച്ച ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ച് വീണ്ടെടുത്തവനാകുന്നു. അല്ലയോ കേശവ, ജഗദീശ, സകല പാപങ്ങളും നശിപ്പിക്കുന്നവനെ, അങ്ങ് ജയിക്കട്ടെ.